നമസ്കാരം. അങ്ങനെ ന്യൂസിലൻഡ് തിരിച്ചടിച്ചിരിക്കുകയാണ്. 4ാം T20 ന്യൂസിലൻഡിന് ഒരു ആശ്വാസം ചെയ്യാമെന്ന് പറയാൻ പറ്റുന്ന ഒരു വിജയം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് വിറയിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യ ഇന്ന് ഇറക്കിയ ടീം, അതുപോലെ തന്നെ അവർ ടോസ് കിട്ടിയിട്ട് ന്യൂസിലൻഡിനെ ബാറ്റ് ചെയ്യാൻ വിട്ട രീതി, പല ബാറ്റ്സ്മാൻമാർ ബാറ്റ് ചെയ്ത ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലാസ്റ്റ് എന്തായാലും സീരീസ് ജയിച്ചു, ഇനി ലാസ്റ്റ് 2 മത്സരങ്ങളാണ്. മാക്സിമം പരീക്ഷണങ്ങൾ നടത്തുക, മാക്സിമം ബാറ്റ്സ്മാൻമാർക്ക് ബാറ്റിങ്ങിന് അവസരം കൊടുക്കുക. റിങ്കു സിംഗ് ഒക്കെ നേരത്തെ ഇറങ്ങി അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷ, അതായത് സൂര്യകുമാർ യാദവ് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിലും പറയുന്നുണ്ടായിരുന്നു, അതായത് അവർക്ക് ചേസ് ചെയ്യണം. ഈ നമ്പർ ഓഫ് ബാറ്റ്സ്മാൻമാർ വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമ്പർ 7 വരെ ഇന്ത്യക്ക് ബാറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്പർ 7 ഇറങ്ങിയത് ഹർഷിത് റാണയാണ്. സോ ബാറ്റിംഗ് ഡെപ്ത് വളരെ കുറഞ്ഞ രീതിയിലാണ് ഇന്ത്യ ഇറങ്ങിയത്. അതൊരു പർപ്പസ്ഫുള്ളി അങ്ങനെ ഇറങ്ങിയതാണെന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. സോ ഇന്ത്യയെ സംബന്ധിച്ച് വിറയിക്കാനായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഇന്ത്യ പെർഫോം ചെയ്തു ഉള്ള റിസോഴ്സ് വെച്ചിട്ട്. പക്ഷേ അവർ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്തിട്ട് അത് വിജയിപ്പിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. ഇറ്റ്സ് ഹാപ്പൻ. ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ഇത് തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസമാണ്. കാരണം അവർ വേൾഡ് കപ്പിലേക്ക് ഹെഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 3 മാച്ച് ഇന്ത്യയായിട്ട് T20 പരാജയപ്പെട്ട ശേഷം 4ാമത്തെ മാച്ചിൽ അവർക്കൊരു കോൺഫിഡൻസ് തിരിച്ച് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്ലെയേഴ്സിനൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് തിരിച്ച് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ഈ ഒരു വിജയം വലിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ ഒരു ഫാക്ടർ സഞ്ജു സാംസന്റെ ഇന്നത്തെ പെർഫോമൻസ് ഓക്കെ എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. മോശം എന്ന് പറയാൻ പറ്റില്ല. ഒരു നല്ലൊരു സ്റ്റാർട്ട് കിട്ടി, കുറച്ച് നല്ല ഷോട്ട്സ് ഒക്കെ കളിച്ചു. ഒരു വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്നിങ്സ് ഒരു റിമാർക്കബിൾ ഇന്നിങ്സ് ആക്കാമായിരുന്നു സഞ്ജു സാംസന്. കാരണം അഭിഷേക് ശർമ്മ നേരത്തെ ഔട്ടായി, സൂര്യകുമാർ യാദവ് നേരത്തെ ഔട്ടായി. ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ അധികം ഡെപ്ത് ഇല്ല, അധികം ആൾക്കാരില്ല കളിക്കാൻ. ഇന്നൊരു ബിഗ് ഇന്നിങ്സ് സഞ്ജു സാംസൺ കളിച്ചിരുന്നുണ്ടെങ്കിൽ എല്ലാ വിമർശനങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും ഉള്ളൊരു മറുപടിയായിട്ട് അത് മാറിയാണ്. പക്ഷേ അതിന് സഞ്ജു സാംസന് എപ്പോഴത്തെ പോലെ സഞ്ജു സാംസൺ ഇങ്ങനെയുള്ള ബിഗ് ഒക്കേഷൻസിൽ അല്ലെങ്കിൽ ക്രൂഷ്യൽ മാച്ചസിൽ കാണിച്ചു കൊടുക്കേണ്ട മാച്ചുകളിൽ സഞ്ജു സാംസൺ പണ്ടൊക്കെ പരാജയപ്പെട്ട പോലെ തന്നെ ഇന്നും പരാജയപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി സഞ്ജു സാംസൺ മിസ് ചെയ്തു. പക്ഷേ തരക്കേടില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്തെന്ന് പറയാം. പ്രഷർ ഭയങ്കര രീതിയിലുണ്ടെന്ന് സഞ്ജു സാംസന്റെ ബാറ്റിങ്ങിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ ആ പ്രഷറിനെ അതിജീവിച്ച് ഒരു 160 സ്ട്രൈക്ക് റേറ്റിൽ ഒരു 25 റൺസ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആവറേജ് ബാറ്റിംഗ് എങ്കിലും ഇതുവരെയുള്ള ഫസ്റ്റ് 3 T20 വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് ബാറ്റിംഗ് എങ്കിലും കാഴ്ചവെച്ചു എന്നുള്ളത് ആശ്വാസം നൽകുന്നൊരു കാര്യം തന്നെയാണ്. ഇനി എന്തായാലും തിരുവനന്തപുരത്തും സഞ്ജു സാംസനെ കളിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊരു വലിയ ആശ്വാസമാണ്. മോണി മോർക്കൽ ഈ മാച്ചിന് മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്ന ഒരു രീതി, അവർ ടീം മാനേജ്മെൻറ്റ് എത്രത്തോളം സഞ്ജു സാംസനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്നാണ് പറയുന്നത്. എന്താണ് സൂര്യകുമാർ യാദവ് ഫോമൗട്ട് ആയിരുന്നപ്പോൾ പറഞ്ഞാൽ അതേ ഏകദേശം ആ ഒരു ടോണിൽ തന്നെയാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ഫോർ സഞ്ജു സാംസൺ ടു കം ബാക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ടീം മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു സാംസൺ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. തിരുവനന്തപുരത്ത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഏതെങ്കിലും രീതിയിൽ കുറച്ച് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 15 അടിക്കാൻ സഞ്ജു സാംസണ് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബിളി നമുക്ക് സഞ്ജു സാംസനെ ഇവരുടെ എല്ലാം സംസാരത്തിൻ്റെ രീതിയൊക്കെ വെച്ചിട്ട്, കാരണം ഇന്ത്യ ബാക്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യ എന്താണ് ഏത് ടീമിനാണോ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് ആ ടീമിനെ തന്നെ വേൾഡ് കപ്പിലേക്ക് ഇറക്കാനായിട്ടായിരിക്കും സാധ്യത കൂടുതൽ. ഒരു ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് എന്നുള്ള രീതിയിൽ ഇഷാൻ കിഷനെക്കാട്ടിലും സഞ്ജു തിരുവനന്തപുരത്ത് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ സഞ്ജുവിനെ വെച്ച് തന്നെ മുന്നോട്ട് പോകാനായിരിക്കും തീർച്ചയായിട്ടും ഇന്ത്യക്ക് താല്പര്യം. സോ ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇനി ഈ ഇന്നത്തെ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് നല്ല രീതിയിൽ ഇന്ത്യ എന്താണോ ന്യൂസിലൻഡിനോട് ഈ കഴിഞ്ഞ 3 മാച്ചിൽ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിനൊരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് ന്യൂസിലൻഡ് ഇന്ന് ബാറ്റ് ചെയ്തത്. ന്യൂസിലൻഡ് ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ കോൺവേ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ആയിരുന്നു. 23 ബോളിൽ 44 റൺസ് അടിച്ചു. ടിം സേഫേർഡ് 62 റൺസ് അടിച്ചു 36 ബോളിൽ. ഗ്ലെൻ ഫിലിപ്പ് 24 റൺസ്. സാറ്റ്നറും അതുപോലെ തന്നെ സാക് ഫോക്സും 13 റൺസും 11 റൺസുമായിട്ട് ലാസ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇതിനകത്ത് ഇവരുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൻ്റെ പെർഫോമൻസ് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ടിം സേഫേർഡ് അതുപോലെ തന്നെ കോൺവേയും അവർ ഇന്ത്യൻ ബോളേഴ്സിനെ ഹാൻഡിൽ ചെയ്ത രീതി, പ്രത്യേകിച്ചും കോൺവേ സ്പിന്നേഴ്സിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത രീതി, 2 6 അടിച്ചത്, ഒന്ന് ബിഷ്ണോയെ അടിച്ചത്, അതിനുശേഷം കുൽദീപ് യാദവ് വന്നപ്പോൾ അടിച്ചത്, 2 ക്ലാസ് 6 ആയിരുന്നു. അടിപൊളി ഷോട്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ഷോട്ടാണ് ടിം സൈഫോർഡ് ബൂംറേ സ്ട്രൈറ്റ് ഒരു 6 അടിച്ചത്, അതും സൂപ്പറായിരുന്നു. സോ അവർക്ക് ഇനി ഫിൻ ആലൻ ഓപ്പണിങ്ങിലേക്കും വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഒരു ടോപ്പ് ഓർഡർ വളരെ സ്ട്രോങ് ആയിട്ട് മാറും. ഡാരൽ മിച്ചലിനെ അവർ താഴെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെയിട്ട് കളിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇവർക്കൊരു ഫിനിഷിങ്ങിലൊരു ഫയർ പവർ കുറച്ച് കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നു. സാറ്റ്നർ ഇപ്പോൾ ഉണ്ട്, അതല്ലാതെ ബ്രേസ്വെൽ തിരിച്ചു വന്നാൽ പോലും ഒരു എക്സ്പ്ലോസീവ് ഫിനിഷിങ്ങിലുള്ള ഒരു കുറവുണ്ട്. അപ്പോൾ സാക് ഫോക്സിന് പകരം ബെവോൺ ജേക്കബിനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫിനിഷിങ്ങിലുണ്ട്, ആ ഒരു ഫയർ പവർ അവർക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു.
അത് ചിലപ്പോൾ ഒരുപക്ഷെ അവർ ചെയ്യുമായിരിക്കും. എന്തായാലും ഇവരുടെ ഒരു ഫുൾ സെറ്റ് ടീമായിരിക്കും വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ന്യൂസിലാൻഡിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഇന്ത്യ ഇന്ന് ബാറ്റിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 7 ബാറ്റ്സ്മാൻമാരായിട്ട് ഇറങ്ങിയത് നമ്പർ 7 വന്നത് തന്നെ ഹർഷിദറാണ്. സോ ഇന്ത്യ ഇന്നത്തെ തോൽവിയിൽ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. സഞ്ജു സാംസൺ 15 ബോളിൽ 24 റൺസ് അടിച്ചു. റിങ്കു സിംഗ് 30 ബോളിൽ 39 റൺസ് അടിച്ചു. റിങ്കു സിംഗിനെ ആ ഒരു പൊസിഷൻ മാറ്റി ഇറക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കൂടുതൽ ബോൾസ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ പോലും നല്ല രീതിയിൽ റിങ്കു സിംഗ് പെർഫോം ചെയ്ത് കിട്ടിയ ഓപ്പർച്യൂണിറ്റി മോശമാക്കിയില്ല. അതുപോലെ ശിവൻ ദൂബയുടെ ആയിരുന്നു ഏറ്റവും എക്സ്പ്ലോസീവ് ബാറ്റ്. 23 ബോളിൽ 65 റൺസാണ് ശിവൻ ദൂബെ നിന്ന് അടിച്ചു കൂട്ടിയത്. 8 സിക്സ് അടിച്ചു. അതിനകത്ത് 50 അടിച്ചത് വെറും 15 ബോളിലാണ്. അടി എന്ന് പറഞ്ഞാൽ 1.5 ടൺ അടി എന്ന് പറയുമല്ലോ, 1.5 ടൺ അടി, അമ്മാതിരി അടിയായിരുന്നു. സ്പിന്നേഴ്സിനെ ബാഷ് ചെയ്യുന്ന ശിവൻ ദൂബെ ഇന്ന് പേഴ്സേഴ്സിനെയും എടുത്തിട്ട് അലക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ശിവൻ ദൂബെ അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശിവൻ ദൂബെ ഔട്ടായത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള രീതിയിലാണ് ശിവൻ ദൂബെ ഔട്ടായത്. അത് ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ശിവൻ ദൂബെ ആ നിന്ന ഫോമിൽ ഒരുപക്ഷെ അടിച്ച് ജയിപ്പിച്ചേനെന്ന് തോന്നിച്ച ഇതായിരുന്നു. ആ ഒരു ഔട്ട് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്നിട്ട് ഔട്ടായി പോകാന്ന് പറഞ്ഞാൽ വളരെ അൺലക്കി ആയിട്ടുള്ളൊരു വിക്കറ്റാണ്. അതിനകത്ത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് എന്തായാലും ന്യൂസിലൻഡിൻ്റെ ഒരു ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനകത്ത് ഇന്ത്യക്കാർ കുറച്ച് ഈസി ആയിട്ടും കളിച്ചു. ഇപ്പോൾ ഹർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു യൂഷ്വൽ കൈൻഡ് ഓഫ് ഹർദിക് പാണ്ഡ്യയുടെ ഒരു സ്റ്റൈലൊന്നും അല്ല ബാറ്റ് ചെയ്തത്. ചുമ്മാ സ്ലോഗ് ചെയ്യുന്ന പോലെ തോന്നി. ഇവർ ഫ്ലൈറ്റ് ചെയ്ത് ന്യൂസിലൻഡ് ബോളേഴ്സ് ഫ്ലൈറ്റ് കൂട്ടിയിട്ട് എണ്ണ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് അതിനനുസരിച്ച് സ്ലോഗ് അടിക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ ഇന്ത്യക്കാർ ഒരു കൈൻഡ് ഓഫ് ഈസി മോഡിലാണ് ഇന്ന് കളിച്ചത്. അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡ് പക്ഷേ മൊമെൻറ്റം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 3 T20 ജയിച്ചാലും ഇപ്പോൾ ഒരു T20 പരാജയപ്പെട്ടു. ഇനി അവസാനത്തെ T20 ഇതുപോലെ എന്തെങ്കിലും പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഹെഡിങ് ടു ദ വേൾഡ് കപ്പ് നമ്മളുടെ ഒരു മൊമെൻറ്റം, വിന്നിങ് മൊമെൻറ്റം അല്ലാതെ ഒരു 2 കളി തോറ്റിട്ട് വേൾഡ് കപ്പിലേക്ക് പോകുന്നതും ഒരു കളി ജയിച്ച് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ജയിച്ചിട്ട് ആ ഒരു മൊമെൻറ്റത്തോടു കൂടി വേൾഡ് കപ്പിലേക്ക് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മത്സരത്തിൽ കൂടുതൽ പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കാതെ ഇന്ത്യ ഒരു സെറ്റ് ടീമിനെ തന്നെ ഇറക്കും. അക്ഷർ പട്ടേലിനെ തിരിച്ചു കൊണ്ടുവരും. നമ്പർ 8 വരെ ബാറ്റിംഗ് കണ്ടിന്യൂ ചെയ്യും എന്നൊക്കെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ന്യൂസിലൻഡിനെ സംബന്ധിച്ച് രച്ചിൻ രവീന്ദ്ര വീണ്ടും നിരാശപ്പെടുത്തി. സോ തീർച്ചയായിട്ടും കോൺവേ ഒരു പെർഫോമൻസ് കൊടുത്ത സ്ഥിതിക്ക് ഒരുപക്ഷെ കോൺവേ ആയിരിക്കും കളിക്കും. രച്ചിൻ രവീന്ദ്ര ടീമിന് പുറത്തേക്ക് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വേറെ മറ്റൊന്നുമില്ല. റിങ്കു സിംഗ് എന്നൊരു 4 അടിപൊളി ക്യാച്ച് എടുത്ത് എവിടെ നോക്കി എങ്കപ്പാത്താലും നീതാന്നുള്ള രീതിയിലുള്ള ഫീൽഡിംഗ് ആയിരുന്നു റിങ്കു സിംഗിൻ്റെ. എവിടെ അടിച്ചാലും റിങ്കു സിംഗ് എത്ര എനർജറ്റിക് ആയിട്ടൊരു ഫീൽഡിങ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് വന്നപ്പോൾ ഇഷാൻ കിഷനെ ചെറുതായിട്ട് നമ്പർ 3 മിസ് ചെയ്യുന്നുണ്ടോ എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ 3 മാച്ചുകളിൽ ഇഷാൻ കിഷൻ ഉണ്ടായിരുന്നപ്പോൾ ഫസ്റ്റ് ഒരു വിക്കറ്റ് എപ്പോഴും പോകുമ്പോൾ സഞ്ജു സാംസൺ ഔട്ടായാലും ഇപ്പോൾ കഴിഞ്ഞ കളിൽ ഇപ്പോൾ അഭിഷേക് ശർമ്മ ഔട്ടായപ്പോഴായാലും ഇഷാൻ കിഷൻ വന്നിട്ട് കൊടുക്കുന്ന ഒരു ബൂസ്റ്റ് ഉണ്ട്, അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന രീതിയുണ്ട്. അത് ഇന്നത്തെ മാച്ചിൽ ശരിക്കും മിസ്സായതുപോലെ എനിക്ക് തോന്നി. ഒരു പക്ഷേ തിലക് വർമ്മയുടെ പരിക്ക് എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പൂർണ്ണമായിട്ട് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ആൻഡ് ഇഷാൻ കിഷൻ ഈ ഒരു ടീമിൽ തന്നെ നമ്പർ 3 ഇഷാൻ കിഷൻ കളിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. തിലക് വർമ്മ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിലക് വർമ്മ ആയിരിക്കും. ഫുള്ളി ഫിറ്റ് ആണോ എന്നുള്ളതാണ്, ഫിറ്റ് ആൻഡ് റണ്ണിങ് ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പരിക്കൊക്കെ കഴിഞ്ഞ് ഒരു സർജറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ഒരു വാമായി വരാനും പ്രാക്ടീസ് മാച്ചൊക്കെ കളിച്ചെന്ന് പറഞ്ഞാലും ഒരു ഫുൾ ഫ്ലോയിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും. സ്റ്റിഫായിരിക്കും, റസ്റ്റി ആയിരിക്കും ബോഡിയൊക്കെ. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇഷാൻ കിഷൻ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കണ്ടറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പേരാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഇഷാൻ കിഷൻ നിൽക്കുന്ന ഫോമിൽ കുഴപ്പമില്ല. സഞ്ജു സാംസൺ തീർച്ചയായിട്ടും അടുത്തൊരു മാച്ചിൽ പെർഫോം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇന്ന് ഡിസപ്പോയിൻറ്റിങ് അല്ല കേട്ടോ. ഇന്നത്തെ ബാറ്റിംഗ് തീർത്തും ഡിസപ്പോയിൻറ്റിങ് അല്ല. അവിടെ ഇത്ര നേരം സ്പെൻഡ് ചെയ്യാൻ കാണിച്ച ഒരു ഇതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് ഇപ്പോൾ സഞ്ജു ഫാൻസിന് അത് നമുക്ക് തോന്നുന്നത്. കാരണം അത്ര നേരം അവിടെ നിന്നല്ലോ, 24 റൺസ് അടിച്ചല്ലോ, വെരി ഗുഡ്. തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. നേരിട്ട് പോയി കളി കണ്ടുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ കളി കാണാനായിട്ട് അവസരം ഉണ്ടാകും. ഓളം തന്നെ ആയിരിക്കും എന്തായാലും. സോ അപ്പോൾ നെക്സ്റ്റ് മാച്ചിൻ്റെ ഒരു പ്രിവ്യൂവിലോ അല്ലെങ്കിൽ മറ്റ് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മറ്റൊരു വീഡിയോയിലോ വീണ്ടും കാണുന്നിടം വരെ ബൈ.